ആദ്യമേ പറയട്ടെ, ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്താൽ തീരുന്നതേ ഉള്ളൂ. ഇന്ന് കൊല്ലം ജില്ലയിലെ ഇട്ടിവയിൽ നിന്നും ഇന്നലെ വൈകിട്ട് പുറത്തു വന്നൊരു വാർത്ത, 4 മാസം ഗർഭിണിയായ 26 വയസ്സുള്ള യുവതി ഭാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ്. ഇട്ടിവ ഫിൽഗിരിയിൽ ചരുവിളപ്പുത്തൻ വീട്ടിൽ സുബിന്റെ ഭാര്യ 26 വയസ്സുള്ള ശരണ്യാണ് ഭാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തോടു കൂടിയാണ് കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള ശരണ്യ സുബിനുമായി അടുപ്പത്തിലാവുകയും സുബിനോടൊപ്പം ജീവിക്കാനായി വരികയും ചെയ്തത്. തുടർന്ന് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തു. ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ വീട്ടിലെ കിടപ്പുമുറിയിലെ ഫാനിൽ ശരണ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൊട്ടടുത്ത വീട്ടിലെ സ്കൂളിൽ പോയിരുന്ന കുട്ടി വന്നതിന് ശേഷം ശരണ്യ താമസിച്ചിരുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ശരണ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കൾ കടക്കൽ പോലീസിനെയും ജനപ്രതിനിധികളെയും വിവരമറിയിപ്പിച്ചു. കടക്കൽ പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിക്കുകയും വീട് സീൽ ചെയ്ത് തിരികെ പോവുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള നൌഷാദിന്റെ വാർഡാണ് ഫിൽഗിരി വാർഡ്. നൌഷാദിന്റെ മൊഴി രേഖപ്പെടുത്തി കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കൊട്ടാരക്കരയിൽ നിന്നുമുള്ള തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ സയന്റിഫിക് ഉദ്യോഗസ്ഥരും കടക്കൽ പോലീസും എത്തി മൃതദേഹം അഴിച്ചിറക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത്, മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് അന്വേഷിച്ച് പോലീസ് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കടക്കൽ പോലീസിന് പരാതി നൽകുമെന്നാണ്. മരിക്കേണ്ട ഒരാവശ്യം നമ്മൾ കാണുന്നില്ല. ഇവൻ അവളെ അടിക്കലുണ്ടെന്ന് പല പ്രാവശ്യം അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇവൻ ഭയങ്കര അടിയാണ്, മാമന്മാരോട് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോകണമെന്ന് ഒരിക്കൽ പറഞ്ഞു. അത് ഒരു അറിയും. അതൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഇല്ല. ഈ അടുത്ത ദിവസം ഒന്നും വിളിച്ചിട്ടില്ല. എന്നെ ആകെ വിളിച്ചത് കഴിഞ്ഞ മാസം ഒരു ദിവസം വിളിച്ചു. ആകെ ഒരിക്കൽ ഇവിടെ വന്നിട്ട് ഒരിക്കൽ വിളിച്ചിട്ടുള്ളൂ. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. നവംബറിലാണ് ടൂർ പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇവൻ്റെ കുടിയാണെന്നുള്ള പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അമ്മേനെ ഫോൺ ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്ന് ഇവനെ കൂടി വന്ന് രജിസ്റ്റർ ചെയ്തു എന്നെല്ലാം പറയുന്നത് അമ്മേനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഒരിക്കൽ അടിയും പിടിയായിട്ട് അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവൻ്റെ അച്ഛൻ, സുബിൻ്റെ അച്ഛൻ എല്ലാം മധ്യസ്ഥം പറഞ്ഞിട്ട് സോൾവ് ആക്കിയെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഭാര്യനോട്. അതും വന്ന് കുറച്ച് സമയമായപ്പോൾ തന്നെ. അത് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറില്ല. പക്ഷെ ഇവരമ്മയും മോളും മിക്കപ്പോഴും ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. നമ്മുടെ ഇട്ടിവ പഞ്ചായത്തിലെ ഫിൽഗിരി വാർഡിലെ ഫിൽഗിരി തോട്ടമുക്ക് റോഡിലെ ഫിൽഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് ശരണ്യ എന്നു പേരുള്ള 26 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നലെ ആത്മഹത്യ ചെയ്തു. അവർ 4 മാസം ഗർഭിണിയായിരുന്നു. 1 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവരെ പ്രണയിച്ച് അവരുടെ ഭർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇവരിപ്പോൾ 4 മാസം ഗർഭിണിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവർ ആത്മഹത്യ ചെയ്തതായി ഒരു 4:30 മണിക്ക് ശേഷമാണ് കണ്ടെത്തുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇവരുടെ ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറി നോക്കുമ്പോഴാണ് തൂങ്ങി നിൽക്കുന്നതായി കാണുന്നത്. തുടർന്ന് കടക്കൽ CIയെ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. RDOയുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടത്താനെന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ RDOയുമായി ബന്ധപ്പെട്ടു. RDO കൊട്ടാരക്കര തഹസീൽദാർക്ക് ഉത്തരവ് നൽകി. തഹസീൽദാർ സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലീസിൻ്റെ തന്നെ ഫോട്ടോഗ്രാഫർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കും. മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നും ഉള്ളതായി ആരും പറയുന്നില്ല. എന്നാൽ ഭാര്യയും
ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത ചില വിഷയങ്ങളുള്ളതായി പരിസരവാസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നുള്ള ദുഃഖവാർത്തയാണ് ഇട്ടിവ മേഖലയിൽ തളം കെട്ടി നിൽക്കുന്നത്. മരണപ്പെട്ട ശരണ്യ 4 മാസം ഗർഭിണിയായിരുന്നു. സംഭവത്തിൽ പരാതി വരുന്ന മുറയ്ക്ക് അന്വേഷണം നടത്തും എന്നുള്ള വിവരമാണ് കടക്കൽ പോലീസ് നൽകുന്നത്. എന്നാലും കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള തനിമ ന്യൂസ്.